8 വർഷത്തിനു ശേഷം ഭൂമിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കൂറ്റൻ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അപകട സാധ്യത ഉയർന്നതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2032 ഡിസംബർ 22-നാണ് 2024 YR-24 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുന്നത്. ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത 3.1% ഉയർന്നിരിക്കുന്നു എന്നാണ് നാസയുടെ അറിയിപ്പ്. നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് 5% വർധനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിലുള്ളത്. 130 അടി ഉയരവും 300 അടി വിസ്തീർണവുമാണ് ഇതിനുള്ളത്. അമേരിക്കയിലെ വിഖ്യാതമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമാണ് ഇതിനുള്ളതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ചിഹ്നഗ്രഹം പ്രവേശിച്ചാൽ ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്ഫോടകശേഷി 8 മെഗാടൺ TNT ആയിരിക്കും. അതായത് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ 500 ഇരട്ടി ശക്തിയായിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക എന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടുന്നത്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് 6 മൈൽ വിസ്തൃതിയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചിരുന്നു. ഭൂമിയിലെ ഡിനോസറുകളെ ഒന്നടങ്കം ഇല്ലാതാക്കി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 2024 YR-24 വരവ് ആഗോള പ്രശ്നമായി മാറാൻ സാധ്യതയില്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. എങ്കിലും പതിക്കുന്ന മേഖലയിൽ ഇത് വൻ നാശനഷ്ടം വിതയ്ക്കുമെന്ന് ഉറപ്പാണ്. ഒരു നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഈ ചിഹ്നഗ്രഹത്തെ സിറ്റി കില്ലർ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇത് വളരെ അപൂർവമായ അവസ്ഥയാണെന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രധാന ചുമതലക്കാരനായ റിച്ചാർഡ് മോയിൽസൺ പറയുന്നത്. ഒരു ഗ്രഹത്തെ മുഴുവനെ നശിപ്പിക്കാനുള്ള ശേഷി ഈ ചിഹ്നഗ്രഹത്തിന് ഇല്ലെന്നും ഒരു നഗരം നശിപ്പിക്കാൻ മാത്രമേ ഇതിന് കഴിയൂ എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ ചിഹ്നഗ്രഹം തന്നെയാണ് ഇതെന്ന കാര്യവും അവർ സമ്മതിക്കുന്നു. 2024 അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹം 2029 ഭൂമിയിൽ പതിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും പിന്നീട് ഇതിനുള്ള സാധ്യതകൾ ഗവേഷകർ തള്ളിക്കളഞ്ഞിരുന്നു. 2024 ഡിസംബർ 27-ന് ചിലിയിലെ ഒരു വാന നിരീക്ഷണ കേന്ദ്രമാണ് 2024 YR-24 എന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത്. 1908-ൽ ഇത്തരത്തിൽ ഒരു ചിഹ്നഗ്രഹം സൈബീരിയയിൽ പതിച്ചപ്പോൾ 80 ദശലക്ഷം മരങ്ങളാണ് നശിച്ചത്. 830 മൈൽ ദൂരത്തിൽ സ്ഥലങ്ങളും നശിച്ചിരുന്നു. നാസയുടെ കൈവശമുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഈ ചിഹ്നഗ്രഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുകയാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.